ഇങ്ങനെ വഴി കണ്ടവനെ കൊണ്ട് ജയിക്കേണ്ട വേഷമല്ലത്. ഡാൻസും പാട്ട് സ്റ്റണ്ടും ഒക്കെ ഉള്ളതാ. അപ്പൊ നമുക്ക് പ്രഭുദേവയെ കണ്ട് ചോദിക്കാം. ബാ, ഭീമൻ രഘു സാറിനെ വിളിക്കാൻ പോവാണ്. ഫോൺ എടുത്തേക്കണേ. പഠിച്ചാൽ അമ്മായിരിക്കും ബോംബെന്നാണ്. അമ്മായി കഴിഞ്ഞ ദിവസം കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ല. താൻ കാര്യം പറയടോ. സാറേ തിരക്കാണ്. എന്താ സാറേ എന്റെ കഥയൊന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു. അയ്യോ വാ ഇരിക്കി പറയണ്ടേ. ഇന്ന് നേരം എടുത്തിട്ട് മൂന്നാമത്തെ ആളാ താൻ. നമ്മുടെ സ്ഥലം എവിടെയാ? അതെ, ചിലപ്പോ അവസാനത്തേതും. അതെന്താ സാർ? താനൊക്കെ എല്ലായിടും അഭിനയിക്കുന്നത്. എന്താവും ഗതി എന്ന് ആർക്കറിയാം. സാറ് നായകനായിട്ട് ചെയ്യേണ്ട ഒരു പടമാണ്. അല്ല, സാറാണ് പ്രധാന ക്യാരക്ടർ. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ക്യാമറ പൊങ്ങി വരുന്നു സാർ. ക്യാമറ പൊക്കണോ താഴ്ത്തണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. ക്യാമറ താഴെ വെക്ക്. വെച്ചു സാർ. ഇനി പറ. അല്ല, തീർച്ചയായിട്ടും ഇതിന്റെ പേര് പോത്ത് ജീവിതം എന്നാണ് സാർ. കൊള്ളാം, കറക്റ്റ് ലുക്ക്. അല്ല സാർ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമല്ലേ? പുതുമ. എന്റെ ദൈവമേ, ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. അപ്പൊ ഇതിനെ ശരിക്കും പറഞ്ഞാല് ഈ ക്യാരക്ടർ ഈ പോത്തുംകുട്ടി എടുത്തിട്ട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ ഓടിച്ചിട്ട് തല്ലുന്ന ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അല്ല, അത് ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശിച്ചു? നിനക്ക് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ലെന്ന്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് കോട്ട മൈതാനം വരെ ഓടിച്ചിട്ട് തല്ലിയ പറപ്പൂരി മോനെ. അതായത് ഈ പറപ്പൂത്തില് വിക്ടോറിയ കോളേജിൽ മറ്റേ കോട്ട മൈതാനം മുതൽ ഇതുവരെ ഓടിച്ചിട്ട് തല്ലിയ ഒരു കാലം ഉണ്ടായിരുന്നു. അതേപോലുള്ള സബ്ജക്റ്റ് വല്ലതും ആണോ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലല്ല, അങ്ങനല്ല സാർ. സാറേ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് സാറേ അത് പറയുന്നത്. ഞാൻ എന്തിനാ ഈശ്വര ഇങ്ങനെ തെറ്റിദ്ധരിക്കണേ? സാറിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ പ്രണയി, ഇപ്പൊ പോത്തിനോടും സാറിന് ഒരു പ്രണയമുണ്ട്. നല്ല അസൽ കഥയാണ് സാർ. ഈ കഥ സാറ് ചെയ്താലേ ശരിയാവുള്ളൂ. അതെ സാർ. ഈ ഒരു കാലഘട്ടത്തിൽ ഈ പോത്തിനെ എടുത്ത് സാറ് വളർത്തുകയും അതോടൊപ്പം തന്നെ സാറിന്റെ വീട്ടിലുള്ള എല്ലാവരും ഈ പോത്ത് കാരണം പിണങ്ങി പോവുകയും ചെയ്യുമ്പോഴും സാർ ഈ പോത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അവിടെ സാറൊരു പാട്ട് പാടണം, പോത്ത് പോത്ത്, എന്തൊരു ഇമോഷണലി. കൊള്ളാം. ഇതൊരു ഹൊറർ മൂഡില് ബാക്കി അങ്ങോട്ട് ചെയ്താൽ മതി. താനിത് വർക്ക് ചെയ്യും. എനിക്ക് സഹിക്കാൻ പറ്റില്ല. അയ്യോ, അപ്പൊ ഈ ചില സമയത്ത് പോത്തിനെ പ്രണയിച്ച് ഇപ്പൊ പോത്ത് ഏതാ സാർ ഏതാന്ന് മനസ്സിലാവാത്തൊരു സാഹചര്യം വരുന്നു. ഇപ്പോഴും അത് തന്നെ ആണല്ലോ. എന്താണ് തമാശ? അല്ല സാറേ, വളരെ ഞാനിപ്പോ ഈ ആട് ജീവിതത്തിൽ പൃഥ്വിരാജ് ഏതാ ആട് ഏതാന്നുള്ള ആടിനെ പോലെ ആകുന്നു എന്നാണ് ബെന്യാമിൻ എഴുതി വെച്ചത്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും. അതുപോലെ തന്നെ ഈ ആര്യൻ എന്ന് പറയുന്ന ഭീമൻ രഘു സാർ ചെയ്യുന്ന ക്യാരക്ടർ ഇടയ്ക്ക് പോത്തായിട്ട് മാറുന്നുണ്ട്. അതാട് പോത്തിന്റെ സൗണ്ട്. അങ്ങനെ ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അപ്പൊ താൻ തന്നെയാണ് അകത്തേക്ക് നോക്കി വിളിക്കുന്നത്. പറയതേ. അത് കഴിഞ്ഞിട്ട് സാറേ ഒരു ആകസ്മികമായ നിമിഷത്തിൽ എത്രയും സ്നേഹിച്ച പോത്ത് സാറിന്റെ രണ്ട് കാലും കുത്തിമറിക്കുകയാണ് ഒരു വയലിൽ വെച്ച്. എന്നിട്ട് സാറേ, ഈ പോത്ത് കുത്തിയിട്ട് സാറിന്റെ കാൽ അനക്കാൻ വയ്യാതെ കിടക്കുമ്പോൾ ഡോക്ടർമാർ വന്നിട്ട് പറഞ്ഞു ഇനി ഇത് കാൽ അനങ്ങില്ല, ഏകദേശം തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി, ഇനി ഒരു 3 വർഷത്തെ കാൽ അനങ്ങില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ തിരികെയല്ല, മുഖ്യമന്ത്രിയുടെ പ്രസംഗം TV വരികയും ആര്യൻ ചാടി എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യാണ് അനങ്ങാതെ. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ആരുടെ കഥ പറഞ്ഞു? കോപ്പിലെ കഥ പറയാൻ നടക്കുന്നു. എനിക്ക് പോടാ വരുന്നു. സമയം മെനക്കെടുത്താൻ നടക്കുന്നു. അല്ല സാർ അങ്ങനെ ചൂടാവരുത് സാർ. ഞാനൊരു അങ്ങനെ പറഞ്ഞാൽ അതുകൊണ്ടിട്ട് എന്താ ചിരിക്കണേ? ഇത് ഞാൻ പ്രതീക്ഷിച്ച ഒരു കൺട്രോൾ പറഞ്ഞൊരു ഒന്നും വേണ്ടായിരുന്നു, വെറുതെ തെറി കിട്ടും.
അപ്പൊ ഞാൻ പോട്ടെ എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്